ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പ്രത്യേകമായ കരുതലോടെ വിളിച്ചിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. നമുക്ക് സന്ദർഭം വളരെ വ്യക്തമായിട്ടറിയാം. യോനാ പ്രവാചകനെ മത്സ്യം വിഴുങ്ങിയ നിമിഷങ്ങളിൽ താൻ അഗാധ ഗർത്തത്തിൽ എവിടെയോ പോയി തൻ്റെ ജീവിതം നശിക്കുവാൻ പോകുന്നു, താൻ മരണത്തിന് മുമ്പിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായ യോന തൻ്റെ ദൈവമായ കർത്താവിനെ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുകയും ആ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും ദുഃഖങ്ങളും വരുമ്പോൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് ആശ്രയിക്കാതെ നമുക്ക് ചുറ്റുമുള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്നതിന് പകരം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തോട് നമ്മുടെ കഷ്ടതയിൽ ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നിനക്ക് ഉത്തരം നൽകും. നിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ ആ ദൈവത്തോട് പങ്കുവെച്ചാൽ അതിന് ദൈവം മറുപടി തരും. നീ ഏത് പാതാളത്തിൽ കിടന്ന് നിലവിളിച്ചാലും ആ നിലവിളി ദൈവം ശ്രദ്ധിക്കും. ഹാഗാറിൻ്റെ കുഞ്ഞ് മരുഭൂമിയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച് നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ നീ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണ് നിലവിളിച്ചാലും ആ നിലവിളി ദൈവം ശ്രദ്ധിക്കും. ആ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ വേദനകൾ എന്തായിരുന്നാലും ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ സമയമായിരിക്കുന്നു. തള്ളിപ്പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നോയമ്പിന് മുന്നോടിയായി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അനുതപിക്കുന്ന ഹൃദയത്തോടെ, വിലാപത്തോടെയും കണ്ണുനീരോടെയും ദൈവമേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഉറച്ച ബോധ്യത്തോടെ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ ആ കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നാളെ എന്താകുമെന്ന് നിനക്കറിഞ്ഞുകൂടാ. ഈ നിമിഷം തന്നെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.